സംസാരിക്കുന്നു. അവസാനം ഇവർക്കൊന്ന് സംഗമിക്കാൻ മോഹം. അങ്ങനെ സംഗമിക്കാൻ വേണ്ടി പറഞ്ഞുറച്ച സ്ഥലത്ത് പെണ്ണ് ബസ് സ്റ്റാൻഡിൽ വരികയാണ്. അതെ, വീട് വിട്ടിറങ്ങിയ യുവതി കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലെത്തുന്നു. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് ചെക്കനെ കാണാനില്ല. എന്റെ പ്രിയപ്പെട്ട തേനേ പാലേ കണ്ണേ, നീയില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീയില്ല എന്നൊക്കെ പറഞ്ഞ് നാവുകൊണ്ട് വ്യഭിചരിച്ച കാതുകൾ കൊണ്ട് വ്യഭിചരിച്ച അതേ ഹബീബ് അങ്ങനെയാ പറഞ്ഞത്. അശ്ലീലം പറയുന്ന നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. അശ്ലീലം കേൾക്കുന്നത് കാതില് കൊണ്ടുള്ള വ്യഭിചാരമാണ്. ആ വ്യഭിചാരം ഒരു കൊല്ലം നടത്തിയ പെണ്ണ് നേർക്ക് നേരെ ഈ ആളെ ഒന്ന് കാണണമല്ലോ, പറഞ്ഞുറപ്പിച്ചു വന്നു നോക്കുമ്പോൾ ഫോണടിച്ചിട്ട് എടുക്കുന്നത് ആരാണെന്നോ, 67 വയസ്സുള്ള കിളവൻ ഹംസാക്കയാണ്. പെണ്ണ് അപ്പടും ബോധം കെട്ട് വീണു. ആലോചിച്ചു നോക്കണം, എന്ത് ചതിക്കുഴിയിലാണ് ഈ വീഴുന്നത്. എവിടെയാണ് പ്രിയമുള്ളവരെ? ഇനി ചെറുപ്പക്കാരനാണെങ്കിൽ പറ്റുമെന്നാണോ ഇതിന്റെ മറുവശം? അല്ല. ഓ സഹോദരാ, നിനക്കവരുമായി സംസാരിക്കാൻ സഹോദരി നിന്റെ ആങ്ങളയാണോ, നിന്റെ ഭർത്താവാണോ, ആരാണ്, നിന്റെ ഉപ്പയാണോ? അതേ, കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സമ്മാനം കൊടുക്കുന്നത് മൊബൈലാണ്. അതേ, കാർഡ് വാങ്ങി കൊടുക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഉറപ്പിക്ക് തീരുമാനമാകുമ്പോഴേക്ക് ആ നിലക്കതാ അശ്ലീല ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സഹോദരന്മാർ ആലോചിക്കൂ നിങ്ങൾ, എത്രമാത്രം അപകടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥ സമൂഹത്തിലേക്ക് വന്നു. സിനിമകൾ ഉണ്ടാക്കിയ, സീരിയലുകൾ ഈ സമൂഹത്തിലേക്ക് ഉണ്ടാക്കിയ, ഒളിച്ചോട്ടത്തിന് പ്രേരിപ്പിക്കുന്ന കഥകളല്ലാതെ സീരിയലുകാർക്ക് എന്താ പറയാനുള്ളത്? എല്ലാ സീരിയലും എല്ലാ സിനിമയിലും തത്വം ഒന്ന് തന്നെ. അവസാനം ഒരാണ് ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല, ഒന്നുകിൽ ചത്തു അല്ലെങ്കിൽ ചത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആയി അല്ലെങ്കിൽ ആയില്ല. തന്നെ എല്ലാത്തിലും കഥ. ഇതാണ് സമൂഹത്തിൽ പൊടിപ്പും തൊങ്കലും വെച്ചിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ചങ്ങലകൾക്കും ഭ്രാന്ത് പിടിച്ചാലോ? ഈ നിലക്കുള്ള സിനിമകളോട് വിട പറയൂ പ്രിയമുള്ളവരെ, സീരിയലുകളോട് വിട പറയൂ. കാണാവുന്നതേ കാണാവൂ, കേൾക്കാവുന്നതേ കേൾക്കാവൂ, പറയാവുന്നതേ പറയാവൂ എന്ന ഇസ്ലാമികമായ നിയമങ്ങളെ സംബന്ധിച്ച് സമൂഹത്തോട് ബോധവൽക്കരണം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ ആർക്കാണ് ഇന്ന് നട്ടെല്ലുള്ളത്? ഖുറാഫി മൂലയന്മാർ വരെ ചാനൽ ഉണ്ടാക്കി പോയി. മൂലയന്മാരിപ്പോ കുപ്പിവളയും തട്ടുവളയും കുപ്പിവളയൊക്കെ ആയിട്ട് ഒരു പോയി. അവിടെ ഡാൻസും മാട്ടവും പാട്ടും കൂത്തും സിനിമയും സീരിയലും എല്ലാ പരിപാടിയുണ്ട്. അവർക്കൊരു ചാനലും കൊണ്ട് മുസ്ലിയാക്കന്മാർ പോയി. പല രൂപത്തിലുള്ള ആളുകളുടെ കാർമ്മികത്വത്തിൽ അവരുടേതായ ചാനൽ ദർശന എന്ന പേരിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുറെ കഴിഞ്ഞപ്പോഴതാ 2013 ഫെബ്രുവരി 10 മുതൽ മലയാള ചാനലുകൾ മുമ്പത്തെ പോലെയാകൂല എന്നും പറഞ്ഞിട്ടതാ ഒരുപാട് സുന്ദരിമാരുടെ പരസ്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകളായി കാണുന്നു. അങ്ങനെ ഏതോ ഒരു വണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമവും അതും ഇറങ്ങി. അവർക്കും ഇത് പറയാൻ യോഗ്യതല്ല. അപ്പോഴൊക്കെ നമ്മൾ കണക്ക് കൂട്ടി. എന്താ? നമ്മളപ്പോഴും കണക്ക് കൂട്ടി, മുജാഹിദ് കേരളത്തിന് ഇതിനെയൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നേരിടാനുള്ള ചങ്കൂറ്റമുണ്ട്, ത്രാണിയുണ്ട്. പക്ഷേ സർവ്വ മുജാഹിദുകളുടെയും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ മൊത്തം പിന്തുണ ഈ ചാനലുകാർക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കാൽ കീഴിൽ വെച്ചു കൊടുക്കുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് പോയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ തുടങ്ങി നന്നായി പറഞ്ഞ്, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബാണിത്. നേതാക്കന്മാരൊക്കെ കുലുങ്ങി ചിരിച്ചു. വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മുശ്രിക്കുകളായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ കുലുങ്ങിച്ചിരിച്ചു. മാത്രമല്ല, സിനിമക്കെതിരെ, സീരിയലുകൾക്കെതിരെ, മ്യൂസിക്കുകൾക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പത്രത്താളുകൾ, നമ്മുടെ ലേഖനങ്ങൾ, നമ്മുടെ ഉത്ബോധന ഖുതുബകൾ അതൊക്കെ കേട്ട് സമൂഹത്തിൽ എന്നതാ ഇത്തരത്തിലുള്ള അശ്ലീലതകളോട്, ജീർണതകളോട് വിട പറഞ്ഞു പോയിട്ടുള്ള മുജാഹിദുകൾ, അവരുടെ മനസ്സിന് വല്ലാത്ത നൊമ്പരം. അതേ, നേതാവതാ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നുവത്രേ, വസിയത്തായി പറഞ്ഞിരിക്കുന്നുവത്രേ, നിർബന്ധമായും നിങ്ങൾ പോയിട്ട് വ്യക്തിപരമായിട്ടല്ല, കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ
എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ അറിയിക്കണം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമമുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയാണ്, നിങ്ങൾ നേതാക്കന്മാരെ വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. അത് നമുക്കൊരിക്കലും ഇല്ല സുഹൃത്തുക്കളെ. ഒരു നേതാവിൻ്റെയും വ്യക്തിപരമായ ദൂഷ്യങ്ങൾ നമ്മൾ പറയുന്നില്ല. ആരാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് എല്ലാം തികഞ്ഞവനായിട്ടുള്ളത്? മനുഷ്യരിലെല്ലാം അബദ്ധങ്ങൾ സംഭവിക്കില്ലേ? ആരാണ് മഅസൂമുകളായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത്? എല്ലാവരും പാപം ചെയ്യുന്നവരല്ലേ? അബദ്ധങ്ങൾ സംഭവിക്കാത്ത മഅസൂമുകൾ ആരാണുള്ളത്? പ്രവാചകന്മാരല്ലാതെ. അതുകൊണ്ട് ഇവിടെ വ്യക്തിപരമായിട്ട് ആരുടെയെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അത് കടന്നെടുത്തുകൊണ്ടല്ലോ നമ്മൾ സമൂഹത്തോട് പറയുന്നത്. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പരിപാവനമായ ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മൊത്തം പിന്തുണ, ഒരു രൂപത്തിലുള്ള ജീർണതകൾ ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു ചാനലിന്റെ കീഴിൽ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ പ്രശ്നം വൈയക്തികമാണോ? പ്രശ്നം വ്യക്തിപരമാണോ പ്രിയപ്പെട്ട സഹോദര സഹോദരി? അതോ ഒരു പൊതുവായ ഇസ്ലാമികമായ പ്രശ്നമാണോ? നിങ്ങൾ ആലോചിക്കണം. പലരും ഇപ്പൊ പറയുന്നു, നിങ്ങളെല്ലാം തികഞ്ഞവനാണോ? സലാഹി തികഞ്ഞവനാണോ? മറ്റേയാൾ തികഞ്ഞവനാണോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ എല്ലാം തികഞ്ഞവരാണോ? ആരും തികഞ്ഞവരല്ലല്ലോ. അള്ളാഹു നമ്മയെല്ലാം അവന്റെ പ്രത്യേകമായ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരാ തെറ്റുകൾ ചെയ്യാത്തവർ? ആരാ അബദ്ധം വരാത്തവർ? പക്ഷെ ഇവിടെ അതാണോ പ്രശ്നം? ഇവിടെ അതാണോ വിഷയം? കേരള നദുവത്തുൽ മുജാഹിദീൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അത് പ്രമാണമായി കൊണ്ട് അംഗീകരിക്കുന്ന, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ പ്രമാണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സലഫുകളുടെ മൻഹജിലൂടെ മുന്നോട്ട് നീങ്ങുന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ മൊത്തം പിന്തുണ ഇവർക്ക് കൊണ്ടുപോയി പതിച്ചു കൊടുത്തില്ലേ? ഇനി എന്താ വരാൻ പോകുന്നത്? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ എതിർത്താൽ നേതാക്കന്മാര് പറയും, അതെ, അതിന്റെ സംഘാടകര് പറയും, ഇതിന്റെ അടിയിൽ നിങ്ങളുടെ പ്രസിഡന്റിന്റെ പ്രാർത്ഥനയുണ്ട്, ഇതിനടിയിൽ നിങ്ങളുടെ വൈസ് പ്രസിഡന്റിന്റെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ പിന്തുണയുണ്ട്. ഇത് സഹിക്കാനാകുമോ മുജാഹിദേ? എന്താ കാരണം? നമുക്കൊരു മഹാനായ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബഹുമാന്യനായ KM മൗലവി റഹിമഹുല്ലാഹ്. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനക്ക് തുടക്കം കുറിച്ച ഇതിന്റെ ആദ്യകാല പ്രസിഡന്റ് KM മൗലവി റഹിമഹുല്ലാഹ് മഹാനവറുകളതാ സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പലതവണ മഹാനവറുകൾ പോയി വന്നിട്ടുണ്ട്. അന്ന് KNM-ന്റെ ആദ്യകാല പ്രസിഡന്റായിരുന്ന നമ്മുടെ KM മൗലവി, ആ KM മൗലവി പലതവണ ഹജ്ജിന് പോയപ്പോ ഒരു തവണ ഹജ്ജിന് പോയി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വല്ലാത്ത വേദന. എന്താ കാരണം? 100% ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് നടത്തുന്നു എന്ന് പറയുന്നവർ രാജ്യത്ത്, അവിടെയുള്ള ടിവിയിലൂടെ, അവിടെയുള്ള റേഡിയോകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുള്ള മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി ചില വാർത്തകൾ കേൾക്കുന്നു. അതേ, ആ രൂപത്തിലുള്ള ചില പരിപാടികൾ, സംഗീതങ്ങളുമൊക്കെ സൗദി അറേബ്യയിൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നു. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മഹാനവറുകളതാ സൗദി അറേബ്യയിലേക്ക് കത്തയക്കുന്നു. എന്താ സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം കത്തയച്ചത്? സൗദി അറേബ്യയിലേക്ക് KM മൗലവി എഴുതിയ കത്ത് കേട്ടോളി. ശരിക്ക് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ അന്നത്തെ നിലപാടും ഇന്നത്തെ നിലപാടും എവിടെ എത്തി എന്ന് ചിന്തിക്കാനാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കൊരു വീണ്ടും വിചാരം വരാനാണ്, അവരെ ആക്ഷേപിക്കാനല്ല. ആരുടെ അടുക്കലെങ്കിലും അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ അത് അദ്ദേഹം വ്യക്തിപരമായി പോയി പറഞ്ഞതാണ്, ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ ഉംറക്ക് പോയപ്പോൾ ആരോടും ഇതിന് പോയി പിന്തുണ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പരിപാവനമായ പ്രസ്ഥാനത്തിന് ഇതിൽ ഒരു നിലക്കുള്ള പങ്കുമില്ല എന്ന് ഈ സമൂഹത്തോടൊന്ന് തുറന്നു പറഞ്ഞാൽ, ഖുർആനിനോടും ഹദീസിനോടും സ്നേഹമുള്ള മുജാഹിദിന്റെ മനസ്സിൽ അതെത്ര കുളിരുമഴയായിരിക്കും, അതെത്ര വലിയ ആശ്വാസമായിരിക്കും. നേതാക്കളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവർ തിരുത്തട്ടെ. KM മൗലവി അതാ ആദ്യമായി പ്രസിഡന്റായി ചുമതലയെടുത്ത KM മൗലവി പോയ പാത, നമ്മുടെ മുൻഗാമികൾ പോയ പാത, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാത, അത് പിൻപറ്റിക്കൊണ്ട് ജീവിച്ച KM മൗലവി അതാ സൗദി അറേബ്യയിലെ രാജാവിന് കത്തയക്കുന്നു.
എന്താണ് പ്രഥമ പ്രസിഡന്റ് KM മൗലവി കത്തയക്കുന്നത് കേട്ടോ? വാദ്യമേളങ്ങളോട് കൂടിയ സംഗീത ഗാനാദികൾ ഇവിടത്തെ പ്രക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ആരായി? ഞങ്ങൾ, കേരളത്തിലെ സലഫികൾ. കേരളത്തിലെ സലഫികളാണ് ഞങ്ങൾ. ആ കേരളത്തിലെ സലഫികളായ ഞങ്ങൾ അറിയുന്നു, നിങ്ങളുടെ രാജ്യത്ത് ചില പ്രക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് സംഗീതവും മ്യൂസിക്കുമൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഇനി കേട്ടോ, എന്താ ഇതിന്റെ വിധി? ശരിയാണോ, ഹറാമാണോ, ഹലാലാണോ? നിഷിദ്ധങ്ങളായ ഇത്തരം പരിപാടികൾ കണ്ടോ, വളരെ ചങ്കൂറ്റത്തോടെ, വളരെ ധൈര്യത്തോടെ നമ്മുടെ പ്രസിഡന്റ് സൗദി രാജാവിനോട് കത്തയക്കുന്നു. നിഷിദ്ധങ്ങളായ ഇത്തരം പരിപാടികൾ വഴി വളരുന്ന തലമുറയെ മാനസികമായി ദുഷിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട രാജാവിനെ ഉണർത്തുവാൻ ഞാൻ മുതിരുകയാണ്. ബഹുമാനപ്പെട്ട രാജാവേ, നിങ്ങളോട് ഞാൻ വിനയത്തോടെ ഉണർത്തട്ടെ. ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സ് ദുഷിച്ചു പോകും. അതുകൊണ്ട് ഇത്തരം പ്രക്ഷേപണങ്ങളുടെ പരിണിത ഫലമായി തുറക്കപ്പെടാവുന്ന നാശങ്ങളുടെ കവാടങ്ങൾ പിന്നീട് ഭരണകൂലം ഉദ്ദേശിച്ചാലും കൊട്ടിയടക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടത് നിർത്തലാക്കണേ. സൗദി രാജാവിന് കേരളക്കരയിലെ സലഫികളുടെ പ്രതിനിധിയായിക്കൊണ്ട് KM മൗലവി റഹിമഹുല്ലാഹ് 50കളിൽ കത്തെഴുതുന്നു. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, 50കളിൽ കത്തെഴുതുകയാണ്. അതേ, സൗദി അറേബ്യയിൽ കണ്ട ഈ രൂപത്തിലുള്ള ചാനലുകളൊന്നും അന്നവിടെയില്ല. മ്യൂസിക്കിന്റെ അകമ്പടിയോടെ എന്തോ ചിലത് കണ്ടപ്പോഴേക്ക് ബഹുമാന്യനായ KM മൗലവിയുടെ മനസ്സ് വേദനിക്കുന്നു. ഈ രാജ്യത്തെത്തിയപ്പോൾ മനസ്സിൽ അതിങ്ങനെ നീറിപ്പുകയാണ്. കത്തെഴുതുന്നു രാജാവിനോട്, അത് നിർത്തണേ രാജാവേ, നിങ്ങളെ സ്നേഹിക്കുന്ന സലഫികളാണ് ഞങ്ങൾ, നിങ്ങളിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നേതാവ് കത്തയക്കുന്നു. 50കൾ കഴിഞ്ഞ് 2010കളായപ്പോ 13-ലെത്തിയപ്പോൾ നമ്മുടെ നേതാവ് അതേ വസിയത്തും കൊടുത്തുകൊണ്ട് ഉപാധ്യക്ഷനെ പറഞ്ഞേച്ചുകൊണ്ട് എല്ലാ പിന്തുണയും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചാനലിന് പതിച്ചു കൊടുക്കുമ്പോൾ, സിനിമകൾ നടത്തുന്ന ചാനലിന്, സീരിയലുകൾ നടത്തുന്ന ചാനലിന്, പെണ്ണിന്റെ ശരീരം കാണിക്കുന്ന ചാനലിന്, അതേ കുപ്പിവളയും പൊട്ടുവളയും പല പേരില്ലതാ, അതേ പല രൂപത്തിലുള്ള പല പരിപാടികളും സംഘടിപ്പിക്കുന്ന പേരിൽ മാത്രമാണ് വ്യത്യാസം. നടക്കുന്നതെല്ലാം എല്ലാവരും നടത്തുന്നത് ഒന്നു തന്നെ. അതിൻ്റെ അടിയിൽ ഈ മഹത്തായ സംഘടനയെ കൊണ്ടുപോയി കെട്ടുമ്പോ അത് ശരിയായോ പ്രിയപ്പെട്ട നേതാക്കളെ? അതല്ലാതെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം. അതേ ആദർശ സ്നേഹികളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ആ ശരിയായ ആ തിരുത്തൽ ഞങ്ങളറിയില്ല. വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ പിന്നെ നമുക്കിത് സമൂഹത്തിന്റെ മുമ്പിൽ എത്രമാത്രം മാന്യതയുണ്ട്. അല്ലാഹു വലിയ പ്രതിഫലം തരൂലേ? അല്ല വലിയ പ്രതിഫലം തരൂലേ? അല്ല നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരൂലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുകയില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കെന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചങ്ങലക്കിടേണ്ട ചങ്ങലുകൾക്ക് അരുത് എന്ന് പറയേണ്ടുന്ന കൈകൾ തന്നെയും അത്തരത്തിലുള്ള ആളുകൾക്ക് പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് അവരുമായി കൂടിച്ചേരുന്ന ഒരവസ്ഥ വരുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്കത് സഹിക്കാനാകുമോ? ഒരിക്കലും സഹിക്കാനാവില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ സ്നേഹം എവിടെ പോയി? അവിടുത്തോടുള്ള സ്നേഹം എവിടെ പോയി? അതേ മുടിയുമായിട്ടൊരു കൂട്ടർ വന്ന് സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ എന്തിനാ എതിർത്തത്? അത് ഞങ്ങളുടെ നേതാവിന്റെ മുടിയല്ല, അത് ഞങ്ങളുടെ നേതാവിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ മുടിയല്ല. ബോംബെയിലെ തെരുവീതികളിൽ നിന്ന് ഏതോ ജാലിയവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കാശും കൊടുത്ത് മേടിച്ചു വന്ന ഏതോ പെമ്പറന്നോളുടെ മുടിയാണ്, ഹബീബിന്റെ മുടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുടി വ്യവസായത്തെ പ്രതിരോധിക്കാൻ മുസ്ലിമേ നമുക്ക് സാധിച്ചത് നമ്മുടെ മുത്തു മുസ്തഫയോടുള്ള സ്നേഹമൊന്നുകൊണ്ടല്ലേ? മുടിയെ എതിർക്കുന്ന കാര്യത്തിൽ മാത്രം മതിയോ സ്നേഹം? ഹബീബ് അരുതെന്ന് പറഞ്ഞ മ്യൂസിക് ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കാനും വേണ്ടേ സ്നേഹം? അഫതുഅ്മിനൂന
ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ. വേദഗ്രന്ഥത്തിൽ പറഞ്ഞ നിയമങ്ങളിൽ ചിലത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ, ചിലത് നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നുവോ? ജൂതന്മാരുടെ സമ്പ്രദായത്തെ അല്ലാഹ് എതിർത്ത് തോൽപ്പിച്ചതല്ലേ? ആ മാർഗത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ നാം അല്ലാഹുവിനോട് എത്രയാണ് അഭയം ചോദിക്കുന്നത്? ജൂതന്റെ തലയിൽ നിന്നാണ് ഈ ചലച്ചിത്രം വന്നത്. ജൂതന്റെ തലയിൽ നിന്നാണ് ഈ മ്യൂസിക്കുകൾ വന്നത്. അവന്റെ തലയിൽ നിന്നാണ് ഈ എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളും വന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ആ രൂപത്തിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം നമ്മൾ എല്ലാ അർത്ഥത്തിലും പ്രകടിപ്പിക്കുന്നു. മുടി കൊണ്ടുവന്നയാളോട് വ്യക്തിപരമായി എതിർത്തതല്ല നമ്മൾ, അയാളോട് വ്യക്തിപരമായി വിദ്വേഷം കൊണ്ടല്ല, ഹബീബിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എതിർത്തത്. അയാൾ ഇപ്പോൾ അത് ചെലവാകാതെ വന്നപ്പോ ഇപ്രാവശ്യം അയാൾ മുടി ജ്യൂസിൽ പ്രത്യേകമായി മണ്ണും കലക്കി. ഇപ്പൊ മുടി മണ്ണ് വെള്ളമാ കൊടുക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ പുറത്ത് വിതറിയിട്ടുള്ള ചന്ദനപ്പൊടിയും മണ്ണുമൊക്കെ വടിച്ചെടുത്തിട്ട് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ മുടിവെള്ളത്തിൽ ഞാൻ ആ മദീനയിലെ റസൂലുള്ളാഹിന്റെ റൗളയിലുള്ള ഖബറിന്റെ മുകളിലുള്ള ആ ചന്ദനപ്പൊടിയും മണ്ണും കൂടി സംസം വെള്ളവും കൂടി ചേർത്തിട്ട് മുടി സംസം ജ്യൂസാണ്, മണ്ണ് വെള്ളമാണ് ഇക്കുറി കൊടുക്കുന്നത് എന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ എതിർത്തു. എന്തുകൊണ്ട്? ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട്. സമ്മതിക്കില്ല ഞങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അപരാധം പറയാൻ സമ്മതിക്കില്ല. അവിടുന്ന് പറയാത്തത് പറയാൻ സമ്മതിക്കില്ല. അംഗീകരിച്ചിട്ടില്ലാത്തത് അംഗീകരിച്ചു എന്ന് പറയാൻ സമ്മതിക്കില്ല. കാരണം എന്തെന്നല്ലേ? ഞങ്ങൾക്കതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ അതാണ് ഞങ്ങൾക്ക് മാർഗം. ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളേത് ചിന്തിച്ചു നോക്കിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള നമ്മുടെ ബാധ്യത ഇസ്ലാമികമായി എത്രത്തോളം ഗൗരവതരമാണ്. ആ രൂപത്തിലുള്ള കാര്യങ്ങളിലൂടെയെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ദൃശ്യമാണ്. പലിശയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുവോ? പലിശക്കാരനാവോ? ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാൻ കഴിയും പ്രിയമുള്ളവരെ. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ആ ഇസ്ലാമികമായ മാർഗത്തിലൂടെ, രൂപത്തിലൂടെ അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്. ഒന്നിനെയും ഞങ്ങൾ എതിർക്കുകയില്ല. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാലോ അല്ലാഹുവിനോട് പറയാ, അല്ലാഹുവിനോട് മാത്രം, റബ്ബിനോടല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനും തേടാനുമില്ല. ആ കൃത്യമായ ഒരു അജണ്ടയും കൃത്യമായ ഒരു തത്വമായിട്ടാണ് മുജാഹിദുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയണം. എന്തിനു വേണ്ടി? നമുക്ക് നമ്മുടെ ഖബറിൽ സ്വസ്ഥത കിട്ടണം. ഖബറിൽ വിചാരണ നടക്കുമ്പോൾ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറാതെ ഉത്തരം പറയാൻ സാധിക്കണം. മഹ്ശറ കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്കതാ ഉത്തരം പറയാൻ സാധിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശക്ക് നമ്മൾ യോഗ്യരായിരിക്കണം, അർഹരായിരിക്കണം. ആ അർത്ഥത്തിലെല്ലാം ഇസ്ലാമികമായ രൂപത്തിലുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരാൾക്കും നമ്മെ തകർക്കാനാവില്ല. എല്ലാ അധികാരികളുടെയും മീതെ അധികാരിയായിക്കൊണ്ട് അള്ളയാണുള്ളത്. ആരെ ഉയർത്തണം, ആരെ താഴ്ത്തണം എന്ന് അള്ളയാണ് തീരുമാനിക്കേണ്ടത്. ആര് പിരിച്ചുവിട്ടാലും, ആര് വിളിക്കരുതെന്ന് പറഞ്ഞാലും, ആര് തകർക്കണം എന്ന് പറഞ്ഞാലും, അതേ സ്ഥാനം കൊടുക്കേണ്ടതും പദവി കൊടുക്കേണ്ടതും എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ ചൊരിയേണ്ടതും അള്ള മാത്രമാണ്. പടച്ച റബ്ബിന്റെ മീതെ അധികാരമുള്ള ഒരു അധികാരിയും ഇല്ല. അതുകൊണ്ട് കൃത്യമായി ഇസ്ലാമികമായി നമ്മുടെ ബാധ്യത നാം നിർവഹിക്കുക. ഇസ്ലാമികമായി നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മുടെ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ പഠനങ്ങൾ ചെല്ലേണ്ടതുണ്ടോ എല്ലാ വിഷയവും പഠിക്കണം. അതിന് നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് കോഴ്സുകൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണം. പഠനം നന്നായി നടക്കണം. ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്, ഒരു പള്ളിയിൽ സൗകര്യമില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ, ഒരു സ്ഥലത്ത് സൗകര്യമില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത്, എവിടെയായിരുന്നാലും
ഈ ദഅവത്തിൻ്റെതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. പടച്ചവന്റെ സഹായമുണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത അള്ളാഹുവിൻ്റെ ദീൻ ശരിക്കും അറിയലാണ്, അതനുസരിച്ച് ജീവിക്കലാണ്, അത് ദഅവത്ത് നടത്തലാണ്. അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് ഉണ്ടാകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. സർവശക്തൻ നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ തുണ നമ്മിൽ ഉണ്ടായി തീരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.